ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞത് സെൽഫിലും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, ക്ലിക്കറിലും സ്റ്റാർട്ട് ആവണില്ല. ഈ ഒരു കംപ്ലയിൻറ്റ് മാത്രമാണ് നമുക്ക് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി കയറ്റി നോക്കുമ്പോൾ വണ്ടിയിൽ സെൽഫ് സ്റ്റാർട്ട് ആവാത്തതിൻ്റെ കാരണം ബാറ്ററിക്ക് തീരെ ഒട്ടും ചാർജില്ല. ഇതും ഇരുന്ന ബാറ്ററി 2025 ബാറ്ററിയാണ്, പുതിയ ബാറ്ററിയാണ്, വാറണ്ടിയിലുള്ള ബാറ്ററിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു വണ്ടി ഉപയോഗിക്കാതെ ഇരുന്നിട്ട് കംപ്ലയിൻറ്റ് വന്നേക്കണതാണ്, ചാർജ് ഇറങ്ങിപ്പോയേക്കണതാണ്. ഒട്ടും ചാർജ് ചെയ്യാൻ നമുക്ക് ഡിജിറ്റൽ ഡിസ്പ്ലേ തെളിയാനുള്ള ചാർജ് പോലും ബാറ്ററിക്ക് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട്, അത് കയറി കിട്ടുമെന്ന് വേണം വിചാരിക്കാൻ. അത് കംപ്ലീറ്റ് ഫുൾ ചാർജ് ആയതിന് ശേഷം ചെക്ക് ചെയ്യുമ്പോഴാണ് ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ അത് നമ്മൾ ചാർജ് ചെയ്ത് കയറ്റിയ സെൽഫിൻ്റെ ഓക്കെയാണ്. പിന്നെ കിക്കറിലും വണ്ടി സ്റ്റാർട്ട് ആവാത്തതിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പ്ലഗിൻ്റെ കേട്ടോ. പ്ലഗ് ഓൾറെഡി കരിയൊക്കെ കയറി നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലഗ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ വണ്ടി ഓൾറെഡി സ്റ്റാർട്ടിങ്ങിലേക്ക് ആയിക്കോളും. പിന്നെ മെയിൻ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ഈ ചോക്കിൻ്റെ കേളിലൂടെ പൊട്ടിക്കിടക്കുക, അത് ഈ സൈഡ് ഇതുണ്ടോ. അപ്പോൾ നമ്മൾ ചോക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചോക്ക് വലിഞ്ഞ് വെക്കും. അതാണ് മെയിനായിട്ട് പ്ലഗ് അടിച്ചു പോകാനുള്ള ഒരു മെയിൻ കാരണം. അപ്പോൾ ചോക്ക് കേബിളും മാറണം, പ്ലഗും മാറ്റണം. അപ്പോഴാണ് നമുക്ക് വണ്ടി സ്റ്റാർട്ടിങ്ങിൻ്റെ കേസ് റെഡി ആവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ബാറ്ററി ചാർജ് ചെയ്തിട്ട് കഴിയുമ്പോൾ സെൽഫിൻ്റെ കേസ് ഓക്കെ ആയിക്കോളും. ഇത്രയും കേസാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബാറ്ററി നമ്മൾ ചാർജിലേക്ക് ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു മിനിമം ഒരു 5 മണിക്കൂർ എന്തെങ്കിലും കിടന്നാലാണ് ബാറ്ററി ഫുൾ ചാർജ് ആയി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വൈകിട്ടത്തേക്കാണ് വണ്ടി എടുക്കാനായിട്ട് പറ്റുള്ളൂ. സ്റ്റാർട്ടിങ്ങിൻ്റെ കേസ് നമുക്ക് ഓക്കെ ആക്കി വെക്കാം. ബാറ്ററി ചാർജ് കയറി കഴിയുമ്പോൾ ബാറ്ററി കയറ്റിയിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് സെറ്റ് ആകാം. അപ്പോൾ ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. പ്ലഗും ചോക്ക് കേബിൾ ബാറ്ററി ചാർജിങ് വിത്ത് ലേബർ ചാർജ് അടക്കം എത്ര വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഷെയർ ചെയ്തേക്കാം കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടുള്ളൂ. ഏകദേശം നമുക്കൊരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കാം. ഓക്കെ, നിലവിൽ ആ വർക്ക് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. വേറെ നമ്മളൊന്നും ചെയ്യണില്ല. ജനറലായിട്ടുള്ള സർവീസോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് ബാക്കി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുള്ളൂ. ഇനി അതല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമാണ് നമ്മളത് നോക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അത് പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സുകൾ നമുക്ക് പറയാനും വിട്ടുപോകണ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കാം. വണ്ടി വർക്ക് കംപ്ലീറ്റ് ആക്കി ഇറങ്ങണേക്കാൾ മുമ്പേ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ.